ഒട്ടും എണ്ണ ചേർക്കാത്ത ഒരു നാടൻ മത്തിക്കറിയാണ് നമ്മളിന്നിവിടെ ഉണ്ടാക്കാൻ പോണത്. അതിനുവേണ്ടി മൺചട്ടി അടുപ്പത്ത് വെച്ചു. ഒരു കഷ്ണം ഇഞ്ചി ചതച്ചത്, 3 പച്ചമുളക് നെടുകെ കീറിയത്, 2 തക്കാളി, തക്കാളി ഒന്ന് മിക്സിയിൽ അരച്ചതിന് ശേഷമാണ് ഇതിൽ ചേർത്തിരിക്കുന്നത്. ചെറിയ കഷ്ണമായി വേണമെങ്കിലും ചേർക്കാവുന്നതാണ്. ഒരു നെല്ലിക്ക വലിപ്പത്തിൽ വാളൻപുളി 2 ഗ്ലാസ് വെള്ളത്തിൽ പിഴിഞ്ഞതാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി, കാശ്മീരി മുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത്. സാധാ മുളക് പൊടിയാണെങ്കിൽ 1 ടീസ്പൂൺ മതി. 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, 1 ടീസ്പൂൺ ഉപ്പാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഒന്ന് നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം അടച്ചു വെച്ച് വേവിക്കാം. ഇപ്പോൾ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഒരു 5 മിനിറ്റ് നേരം കൂടി ഇതൊന്ന് കുറുകുന്നതിന് വേണ്ടിയിട്ട് അടച്ചു വെച്ച് വേവിക്കാം. ഇപ്പോൾ ചാറ് നന്നായി കുറുകി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് മത്തി ഇതിലേക്കിടാം. പത്ത് മിനിറ്റ് സമയം മതിയാവും ഇത് വെന്ത് കിട്ടാൻ. ഇപ്പോൾ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഒരു 5 മിനിറ്റ് സമയം കൂടി മതി. ഇനി ആവശ്യത്തിന് കറിവേപ്പിലയിട്ട് വാങ്ങി വയ്ക്കാം. വളരെ സിമ്പിളായിട്ടുള്ള, ഹെൽത്തി ആയിട്ടുള്ള, ഒപ്പം ടേസ്റ്റോട് കൂടിയ ഒരു മത്തിക്കറിയാണിത്. ഇപ്പോൾ ചട്ടിയിലിരുന്ന് മീൻകറി ഒന്നുകൂടി കുറുകി വന്നിട്ടുണ്ട്. ഈ കറി നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ, ലൈക്ക് ചെയ്യൂ. താങ്ക് യു.